രാജ്യത്തോട് കൂറ് പുലർത്തിയ യഥാർത്ഥ രാജ്യസ്നേഹികളായിട്ടുള്ള മുസ്ലിങ്ങൾ ഒരൊറ്റ മുസ്ലിം മണ്ഡലത്തിൽ പോലും കോൺഗ്രസ് വിജയിച്ചില്ല. മുസ്ലിം കുട്ടികളോട് മുസ്ലിം വിദ്യാർത്ഥികളോട് ഇയാൾ ആവശ്യപ്പെട്ട ഒരു പ്രധാന കാര്യം കോൺഗ്രസിൽ ചേരരുത് എന്നായിരുന്നു. ഇന്ത്യൻ മുസ്ലിങ്ങളെ ബ്രിട്ടനുമായി അടുപ്പിക്കുക, ബ്രിട്ടീഷ് സർവീസിലേക്ക് കൂടുതൽ മുസ്ലിങ്ങളെ കയറ്റുക. ഇത് രണ്ടുമായിരുന്നു മുസ്ലിം ലീഗിന്റെ പ്രഖ്യാപിത ലക്ഷ്യം. കേരളത്തിലെ പല കോൺഗ്രസ് നേതാക്കളും ഏതാണ്ട് മുസ്ലിം ലീഗിന്റെ അടിമകളെ പോലെയാണ് പെരുമാറുന്നത്. ഇതൊന്ന് കേട്ടു നോക്കൂ. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞാൽ ജിന്നയുടെ നേതൃത്വത്തിൽ പാകിസ്ഥാൻ ഉണ്ടാക്കിപ്പോയ അഖിലേന്ത്യാ മുസ്ലിം ലീഗിന് പകരമായിട്ട് ഈ രാജ്യത്തോട് കൂറ് പുലർത്തിയ യഥാർത്ഥ രാജ്യസ്നേഹികളായിട്ടുള്ള മുസ്ലിങ്ങൾ ഈ രാജ്യത്തുണ്ടാക്കിയ സംഘടനയുടെ പേരാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. കേൾക്കാൻ നല്ല രസമൊക്കെ ഉണ്ടെങ്കിലും ഇയാൾ പറയുന്നതൊക്കെ അർദ്ധസത്യങ്ങളോ അല്ലെങ്കിൽ കെട്ടിച്ചമച്ച പല കാര്യങ്ങളുടെ പുറത്തോ ആണ്. ഇതേപ്പറ്റി കൃത്യമായി മനസ്സിലാകണമെങ്കിൽ നമുക്ക് ആദ്യം വേണ്ടത് മുസ്ലിം ലീഗിന്റെ ചരിത്രത്തെ പറ്റിയുള്ള ഒരു ധാരണയാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രം എടുക്കുകയാണെങ്കിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ മുസ്ലിം പങ്കാളിത്തം ചില ആളുകൾ മനഃപൂർവ്വം മുസ്ലിങ്ങൾക്കിടയിൽ ഇത് നമ്മുടെ രാജ്യമല്ല എന്നും നമ്മൾ ബ്രിട്ടീഷുകാരുടെ കൂടെയാണ് നിൽക്കേണ്ടത് എന്നുമുള്ള ധാരണ ഇന്ത്യൻ മുസ്ലിങ്ങൾക്കിടയിൽ ഉണ്ടാക്കി അവരെ സ്വാതന്ത്ര്യ സമരത്തിൽ നിന്ന് വെളിയിൽ കൊണ്ടുപോകുന്നതിൽ ചില കുത്തിത്തിരിപ്പാർ വിജയിച്ചു. ഈ കുത്തിത്തിരിപ്പാർ ആരൊക്കെയാണ് എന്നറിയണം? 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ഹിന്ദു മുസ്ലിം ആനുപാതികമായി തന്നെ ഉണ്ടായിരുന്നു. അതായത് ജനസംഖ്യക്കനുസരിച്ച് തന്നെ ഹിന്ദുക്കളും ജനസംഖ്യക്കനുസരിച്ച് തന്നെ മുസ്ലിങ്ങളും ഈ 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ഉണ്ടായിരുന്നു. ആ സമയത്ത് ബ്രിട്ടീഷുകാരുടെ സർവീസിൽ ജോലി ചെയ്യുകയായിരുന്ന സയ്യദ് അഹമ്മദ് ഖാന് ഇതിൽ ചില പ്രശ്നങ്ങൾ തോന്നി. അന്ന് ബ്രിട്ടീഷുകാരെ സഹായിക്കാനും മുറിവേറ്റവർക്ക് വേണ്ടി പ്രവർത്തിക്കാനും ഒക്കെ രംഗത്ത് വന്ന സയ്യദ് അഹമ്മദ് ഖാന് ഇയാൾക്ക് സർ പട്ടം ബ്രിട്ടീഷുകാർ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ സർ സയ്യദ് അഹമ്മദ് ഖാന് ഇന്ത്യൻ മുസ്ലിങ്ങൾ ബ്രിട്ടനെതിരെ നിൽക്കുന്നത് അത്ര നല്ല കാര്യമായി തോന്നിയില്ല. ഇന്ത്യൻ മുസ്ലിങ്ങളെ എങ്ങനെ ബ്രിട്ടനുമായി അടുപ്പിക്കണം എന്നതിനെക്കുറിച്ച് ഇയാൾ ചിന്തിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് ഇയാൾ അലിഗർ മുസ്ലിം യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചത്. ഇത് സ്ഥാപിക്കുകയും ബ്രിട്ടനിൽ നിന്ന് ധാരാളം സഹായം കിട്ടുകയും ചെയ്തതോടെ നമ്മുടെ രാജ്യത്തെ മുസ്ലിം യുവാക്കൾ ധാരാളമായിട്ട് ഈ സയ്യദ് അഹമ്മദ് ഖാന്റെ അലിഗർ മുസ്ലിം യൂണിവേഴ്സിറ്റിയിൽ പോയി പഠിക്കാൻ തുടങ്ങി. അവിടെ വന്ന മുസ്ലിം വിദ്യാർത്ഥികളോട് ഇയാൾ ആവശ്യപ്പെട്ട ഒരു പ്രധാന കാര്യം കോൺഗ്രസിൽ ചേരരുത് എന്നായിരുന്നു. ഇത് ഫലിച്ചു. അതോടെ നമ്മൾ നേരത്തെ പറഞ്ഞ ആനുപാതികമായി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ മുസ്ലിങ്ങൾ പങ്കെടുക്കുന്നത് ഇതോടെ കുറഞ്ഞു തുടങ്ങി. ഈ സയ്യിദ് അഹമ്മദ് ഖാന്റെ പ്രേരണ അല്ലെങ്കിൽ വിദ്യാഭ്യാസം അലിഗർ മുസ്ലിം യൂണിവേഴ്സിറ്റിയിൽ വിദ്യാഭ്യാസം കിട്ടിയ കുട്ടികളൊക്കെ ഇവഞ്ച്വലി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ നിന്ന് പിന്നോട്ട് പോയി തുടങ്ങി. അങ്ങനെ ഈ സേവനങ്ങൾക്കൊക്കെ പ്രതിഫലമായിട്ടാണ് ഇയാൾക്ക് ബ്രിട്ടന്റെ ഏറ്റവും വലിയ ചെരുപ്പ് നക്കിയുള്ള ഒരാളായിട്ടുള്ള സയ്യിദ് അഹമ്മദ് ഖാന് നൈറ്റ്ഹുഡ് സർ പട്ടം ബ്രിട്ടൻ കൊടുത്തു. 1888 മാർച്ച് 16 സയ്യിദ് അഹമ്മദ് ഖാൻ ആദ്യമായി പ്രസംഗിച്ചു, ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും ഒരേ അധികാരം ഈ ഇന്ത്യയിൽ പങ്കിട്ടെടുക്കാൻ സാധിക്കില്ല എന്ന്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ദുരാഷ്ട്രവാദം, ഇന്ത്യൻ മുസ്ലിമും ഹിന്ദുവും രണ്ട് തരം ആളുകളാണ് എന്നും ഒരേ രാജ്യത്ത് ഒരേ രീതിയിൽ അധികാരത്തിൽ തുടരാൻ പറ്റില്ല എന്നുമുള്ള ആദ്യത്തെ ചിന്ത മുന്നോട്ട് വെക്കുന്നത് ഈ ഒരു പ്രസംഗത്തിലാണ്. 1898 ഇയാൾ മരിക്കുന്ന സമയത്തേക്ക് ധാരാളം മുസ്ലിങ്ങളെ ഈ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ നിന്ന് പിന്നോട്ട് കൊണ്ടുപോകാനും ഒരു മുസ്ലിം ദുരാഷ്ട്രവാദത്തിലേക്ക് കൊണ്ടുവരാനും സാധിച്ചു. അങ്ങനെ ഇയാളുടെ കയ്യിലേക്ക് വന്ന ആദ്യത്തെ ആളുകളുടെ കൂട്ടത്തിൽ ഒരാളായിരുന്നു നമ്മുടെ സാരേ ജഹാംസി എഴുതിയ മുഹമ്മദ് ഇക്ബാൽ. അപ്പോൾ അന്ന് സാരേ ജഹാംസെ അച്ച ഹിന്ദുസ്ഥാൻ ഹമാര എന്ന് എഴുതിയ ഇതേ മുഹമ്മദ് ഇക്ബാൽ കുറച്ചു കഴിഞ്ഞ് ഇതൊക്കെ മാറ്റി എഴുതി. ചീൻ ഓ അറബ് ഹമാര, ഹിന്ദുസ്ഥാൻ ഹമാര എന്ന് വിശാലമായ മുസ്ലിം ബ്രദർഹുഡിനെ കുറിച്ചിട്ടും ഇദ്ദേഹം തന്നെ വീണ്ടും മാറ്റി എഴുതാനും തുടങ്ങിയിരുന്നു. അങ്ങനെ 1906 മുസ്ലിം ലീഗ് രൂപീകരിക്കപ്പെട്ടു. ഇതാണ് നമ്മൾ പറഞ്ഞ ആദ്യത്തെ മുസ്ലിം ലീഗ്. ഈ മുസ്ലിം ലീഗിന്റെ രൂപീകരണത്തിന് ഇവർക്ക് എന്തിനാണ് മുസ്ലിം ലീഗ് രൂപീകരിച്ചത് എന്ന് നിങ്ങൾക്കറിയുമോ? 1906 മുസ്ലിം ലീഗ് അങ്ങനെ രൂപം കൊണ്ടു. മുസ്ലിം ലീഗ് രൂപം കൊള്ളുമ്പോൾ എന്തായിരുന്നു ഇവരുടെ പ്രധാന ഉദ്ദേശങ്ങൾ? ഇന്ത്യൻ മുസ്ലിങ്ങളെ ബ്രിട്ടനുമായി അടുപ്പിക്കുക, ബ്രിട്ടീഷ് സർവീസിലേക്ക് കൂടുതൽ മുസ്ലിങ്ങളെ കയറ്റുക. ഇത് രണ്ടുമായിരുന്നു മുസ്ലിം ലീഗിന്റെ പ്രഖ്യാപിത ലക്ഷ്യം. നിങ്ങൾ വേണമെങ്കിൽ നോക്കാം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരമോ ഇന്ത്യയുടെ സ്വാതന്ത്ര്യമോ ഒന്നുമായിരുന്നില്ല മുസ്ലിം ലീഗിന്റെ പ്രധാന ലക്ഷ്യം. അവരുടെ ലക്ഷ്യം. മുഹമ്മദ് അലി ജിന്നയ്ക്ക് തുടർച്ചയായി എഴുത്തുകൾ എഴുതുന്നുണ്ടായിരുന്നു. ഇന്ത്യയിലേക്ക് വന്ന് ഈ ഒരു വിശാല മുസ്ലിം ലീഗിന്റെ നേതൃത്വം ഏറ്റെടുക്കണം എന്നാവശ്യപ്പെട്ടോട്. അങ്ങനെ നിരന്തരമായിട്ടുള്ള മുഹമ്മദ് ഇക്ബാലിന്റെ പ്രേരണ കൊണ്ടാണ് അവസാനം മുഹമ്മദ് അലി ജിന്ന ഇന്ത്യയിലേക്ക് തിരിച്ചെത്തുന്നതും അവിടെ മുസ്ലിം ലീഗിന്റെ നേതൃത്വം ഏറ്റെടുക്കുന്നതും. അങ്ങനെ 1937 ഒക്ടോബറിൽ ജിന്ന പ്രഖ്യാപിച്ചു, ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും ഒരേപോലെ തുടരാൻ സാധിക്കില്ല, ഒരേ രാജ്യമല്ല എന്ന് പ്രഖ്യാപിച്ചു. ഈ പ്രഖ്യാപനത്തെ തുടർന്ന് ഇതിന് മറുപടിയായിട്ടാണ് കർണാവതിയിൽ സവർക്കറിന്റെ പ്രശസ്തമായ പ്രസംഗമുള്ളത്. അതാണ് പലരും പറയുന്ന സവർക്കറിന്റെ ദുരാഷ്ട്രവാദം. സവർക്കർ തത്വത്തിൽ ജിന്ന പറഞ്ഞത് അംഗീകരിച്ചു. ഇന്ത്യയിൽ മുസ്ലിങ്ങളും ഹിന്ദുക്കളും എന്നുള്ള രണ്ട് രാഷ്ട്രങ്ങൾ നിലനിൽക്കുന്നുണ്ട് എന്ന് സവർക്കർ അംഗീകരിച്ചു. സവർക്കർ മാത്രമല്ല, അംബേദ്കറും അംഗീകരിച്ചിട്ടുണ്ട്. പക്ഷെ അതിനുശേഷം സവർക്കർ പറഞ്ഞതാണ് ആലോചിക്കേണ്ടത്. പക്ഷേ ഈ ഭാരതം, ഈ ഇന്ത്യ, ഇതിനെ വിഭജിക്കാൻ ഞങ്ങൾ ഒരിക്കലും അനുവദിക്കില്ല. ഇന്ത്യ വിഭജിക്കാൻ പാടില്ല എന്നും രണ്ട് രാഷ്ട്രങ്ങളാണ് ഹിന്ദുക്കളും മുസ്ലിങ്ങളും എങ്കിലും ഇവ രണ്ടും ഒരുമിച്ച് ചേർന്ന് തുല്യ പങ്കാളിത്തമുള്ള തുല്യ പൗരന്മാരായി പ്രത്യേകിച്ച് വിവേചനാധികാരമൊന്നും ഇല്ലാത്ത ഒരു ഭാരതമാണ് വേണ്ടത് എന്നാണ് സവർക്കർ മുന്നോട്ട് വെച്ച അടുത്ത വാദം.
ഇനി അടുത്തത് കൂടി സവർക്കർ പറയുന്നുണ്ട്, നിങ്ങളുണ്ടെങ്കിൽ നിങ്ങളോടൊപ്പം, നിങ്ങളില്ലെങ്കിൽ നിങ്ങളില്ലാതെ, നിങ്ങൾ എതിർത്താൽ നിങ്ങളെ തട്ടിമാറ്റി ഇന്ത്യയുടെ സ്വാതന്ത്ര്യം ഞങ്ങൾ നേടിയെടുക്കും എന്നാണ് 1937 പ്രശസ്തമായ കർണാവതി പ്രസംഗത്തിൽ സവർക്കർ പറയുന്നത്. ഇതാണ് സവർക്കറിന്റെ ദ്വിരാഷ്ട്രവാദം. അങ്ങനെ ഒരു വിശാലമായ മുസ്ലിം രാജ്യത്തിന് വേണ്ടിയിട്ടുള്ള ഇവരുടെ മുസ്ലിം ലീഗിന്റെ പ്രക്ഷോഭം കൊടുമ്പിരി കൊണ്ടു. അവസാനം ഇന്ത്യയുടെ അന്ന് പ്രവിൻഷ്യകളായിട്ട് തിരിച്ചിരിക്കുകയാണ്. മദ്രാസ് ഒരു പ്രവിൻഷ്യ, അല്ലെങ്കിൽ മഹാരാഷ്ട്ര ഒരു പ്രവിൻഷ്യ, അങ്ങനെ പല പ്രവിൻഷ്യകളുണ്ട്. ഈ പ്രവിൻഷ്യകളിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. അവരുടെ ബ്രിട്ടീഷുകാരുടെ അവർ എന്താണ് തിരഞ്ഞെടുപ്പും മറ്റു പ്രക്രിയകളും ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ തിരഞ്ഞെടുപ്പുകളിൽ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, മുസ്ലിം ഭൂരിപക്ഷ സ്ഥലങ്ങൾ, മണ്ഡലങ്ങൾ മുസ്ലിം മണ്ഡലങ്ങളായും മറ്റ് സ്ഥലങ്ങൾ ജനറൽ മണ്ഡലങ്ങളായും ബ്രിട്ടീഷുകാർ തിരിച്ചു. ഇനി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് മുസ്ലിം മണ്ഡലങ്ങൾ ജനറൽ മണ്ഡലങ്ങൾ, ജനറൽ മണ്ഡലങ്ങളിൽ ആർക്കും, മുസ്ലിം മണ്ഡലങ്ങൾ മുസ്ലിങ്ങൾക്ക്, ഈ രീതിയിലാണ് ബ്രിട്ടൻ അത് തിരിച്ചത്. അങ്ങനെ പ്രവിശ്യ തെരഞ്ഞെടുപ്പുകൾ നടന്നു. 1946 പ്രവിശ്യ തെരഞ്ഞെടുപ്പ് നമ്മൾ മനസ്സിലാക്കേണ്ടത് മുസ്ലിം ലീഗിന്റെ ഹിസ്റ്ററിയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടതാണ്. അന്ന് ഇന്ത്യ മുഴുവൻ മുഴങ്ങിക്കേട്ടൊരു മുദ്രാവാക്യം, എവിടെയൊക്കെ കോൺഗ്രസ് ജയിക്കുന്നോ അവിടെ ഇന്ത്യയും, എവിടെയൊക്കെ മുസ്ലിം ലീഗ് ജയിക്കുന്നോ അത് പാകിസ്ഥാനും, ഇതായിരുന്നു മുദ്രാവാക്യം. ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം നമ്മൾ ഈ പറയുന്ന സൂഫി സന്യാസിമാർ രംഗത്തിറങ്ങി ജനങ്ങളോട് പാകിസ്ഥാന് വേണ്ടി വോട്ട് ചെയ്യാൻ ആവശ്യപ്പെട്ടു. പാകിസ്ഥാൻ എന്ന് വെച്ചാൽ വിശുദ്ധ ദേശം എന്നാണ്. മുസ്ലിം വിദ്യാർത്ഥികൾ തെരുവിലിറങ്ങി. ഇത് നമ്മുടെ മലബാറിൽ ഇവർ മുദ്രാവാക്യം ഉണ്ടാക്കി, 10 അണയ്ക്ക് കത്തി വാങ്ങി കുത്തി വാങ്ങും പാകിസ്ഥാൻ എന്ന്. അതിന് 4 അണയ്ക്ക് കത്തി വാങ്ങി കുത്തി വാങ്ങും എന്നായിരുന്നു എന്നും പറയുന്നുണ്ട്. എന്തായാലും എത്രയോ അണ കൊടുത്ത് കത്തി വാങ്ങി കുത്തി വാങ്ങും പാകിസ്ഥാൻ എന്ന് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ഇവർ തെരുവിലിറങ്ങി. ആര്? മുസ്ലിം ലീഗ്. മുദ്രാവാക്യം വിളിയും പ്രകടനവും കലാപവും ഒക്കെ നടന്നു. അവസാനം 1946 പ്രവിശ്യ തെരഞ്ഞെടുപ്പുകളിലെ റിസൾട്ട് വന്നു. നമ്മുടെ മലബാറിലടക്കം മുസ്ലിം മണ്ഡലങ്ങളിൽ എത്രയിടത്ത് കോൺഗ്രസ് വിജയിച്ചു എന്ന് നിങ്ങൾക്കറിയുമോ? പറയട്ടെ, ഒരൊറ്റ മുസ്ലിം മണ്ഡലത്തിൽ പോലും കോൺഗ്രസ് വിജയിച്ചില്ല. ഒന്നുകൂടി ക്ലിയർ ആക്കാം, ഒരൊറ്റ മുസ്ലിം മണ്ഡലത്തിലും കോൺഗ്രസ് വിജയിച്ചില്ല. അതായത് ഇന്ത്യയിലെ എല്ലാ മുസ്ലിം മണ്ഡലങ്ങളിലും ഇന്ത്യ വേണ്ട എന്ന അർത്ഥത്തിൽ, അതായത് കോൺഗ്രസ് ജയിച്ചാൽ അത് ഇന്ത്യയാണ്, മുസ്ലിം ലീഗ് ജയിച്ചാൽ പാകിസ്ഥാനും, അല്ലെങ്കിൽ മറ്റു മുസ്ലിം സ്ഥാനാർത്ഥികൾ ജയിച്ചാൽ പാകിസ്ഥാനും, അങ്ങനെ സർവ്വ മുസ്ലിം മണ്ഡലങ്ങളിലും കോൺഗ്രസ് തോറ്റു. ജനറൽ മണ്ഡലങ്ങൾ കോൺഗ്രസ് തൂത്തുവാരി. ഇവിടെ നമ്മുടെ മലബാർ അടക്കം. അന്ന് മലബാറിൽ നിന്ന് ജയിച്ച കുറച്ച് ആളുകളുടെ പേരുകൾ ഞാൻ വായിക്കാം, നിങ്ങൾ കേട്ടു നോക്കും. ആ പേര് ഞാൻ വായിക്കാം. മലപ്പുറത്ത് നിന്ന് KM അഹമ്മദ് കുട്ടി, MP ഹസൻകുട്ടി, KM സീതി. ചിറക്കൽ നിന്ന് M ഇബ്രാഹിം, കുഞ്ഞിപ്പോക്കർ, PP ഹസൻ കോയ, പാലക്കാട് നിന്ന് ഹൈദ്രോസ്, മൊയ്തീൻ കുട്ടി, കോട്ടയത്ത് നിന്ന് MK ഖാദർകുട്ടി, കണ്ണൂർ തലശ്ശേരിയിൽ നിന്ന് B പോക്കർ. ഇവരാണ് മുസ്ലിം ലീഗിന് വേണ്ടി അന്ന് മത്സരിച്ച് 10 അണയ്ക്ക് കത്തി വാങ്ങി കുത്തി വാങ്ങും പാകിസ്ഥാൻ ആ മുദ്രാവാക്യം വിളിച്ച് ജയിച്ച ആളുകൾ. അങ്ങനെ ഇന്ത്യയുടെ വിഭജനം നടന്നു, പാകിസ്ഥാൻ ഉണ്ടായി. പാകിസ്ഥാനിലേക്ക് പോകേണ്ട ആളുകളൊക്കെ ട്രെയിൻ കയറിപ്പോയി. ഈ വായിച്ച ആളുകളുണ്ടല്ലോ, സീതി, ഹസൻകുട്ടി, മൊയ്തീൻ, ഇവരൊക്കെ ഇവിടെ പോയി? ഇവർ പാകിസ്ഥാനിലേക്ക് പോയോ? ഇല്ല, ഇവർ ഇവിടെ തന്നെ തുടർന്നു. അന്ന് പാകിസ്ഥാന് വേണ്ടി വാദിച്ച് ജനങ്ങളെ തെരുവിലിറക്കി, അതായത് ഇവിടുത്തെ മുസ്ലിങ്ങളെ തെരുവിലിറക്കി അവരെ പാകിസ്ഥാൻ അനുകൂലികളാക്കിയ ഇവർ ചേർന്നാണ് പിന്നീട് ഈ പറഞ്ഞ മുസ്ലിം ലീഗ് ഉണ്ടാക്കിയത്. ഒരു രാത്രി നേരം വെളുത്തപ്പോൾ അന്ന് വരെ പാകിസ്ഥാൻ വാദികളായിരുന്ന ഇവരൊക്കെ പിറ്റേ ദിവസം ഇന്ത്യക്കാരായി എന്നാണോ നിങ്ങളുടെ വിചാരം? അല്ല. ഈ പറഞ്ഞ മുസ്ലിം പ്രാതിനിധ്യം, അതായത് മുസ്ലിം മണ്ഡലങ്ങൾ അതേപോലെ നിലനിർത്തണം എന്ന ആവശ്യവുമായി ഇവരിൽ 2 പേർ ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭയിലും ചെന്ന് പ്രസംഗിച്ചു. പോക്കറും അഹമ്മദ് ഇബ്രാഹിമും കൂടി ഈ പ്രസംഗം ഇന്ത്യയുടെ ഭരണഘടനാ രൂപീകരണ സഭയിൽ ഉന്നയിച്ചു. ഇതിന് മറുപടി പറഞ്ഞത് സർദാർ വല്ലഭായ് പട്ടേലാണ്. പട്ടേൽ പറഞ്ഞത്, പണ്ട് ഇന്ത്യ വിഭജനത്തിന് കാരണമായിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ, അത് തന്നെയാണ് നീയൊക്കെ ഇപ്പോൾ വീണ്ടും ആവശ്യപ്പെടുന്നത്. ഇന്ത്യയെ വീണ്ടും വിഭജിക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. ഇത്തരം കാര്യങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ നിങ്ങൾ പാകിസ്ഥാനിലേക്ക് പോവുക എന്നാണ് ഭരണഘടനാ നിർമ്മാണ സഭയിൽ സർദാർ വല്ലഭായ് പട്ടേൽ ഇവരോട് പറഞ്ഞത്. ഇതിന്റെ തെളിവുകൾ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ചർച്ചകളുടെ രേഖകൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം. ഞാൻ റെഫറൻസ് കൊടുക്കാം, നോക്കിക്കോളൂ. അങ്ങനെ ഇവരൊക്കെ ചേർന്നിട്ട് മുസ്ലിം ലീഗ് ഉണ്ടാക്കി. ഈ സീതി ഉണ്ടല്ലോ, ഇയാൾ ജയിച്ച് MLA ആയി, പിന്നീട് സ്പീക്കറുമായി. അപ്പോൾ നിങ്ങളോടാണ് ചോദ്യം, അന്നത്തെ മുസ്ലിം ലീഗും, അതായത് ഇന്ത്യ വിഭജിച്ച മുസ്ലിം ലീഗും നമ്മളിപ്പോൾ കാണുന്ന മുസ്ലിം ലീഗും തമ്മിൽ എന്ത് വ്യത്യാസമാണ്? അന്ന് ജനങ്ങളെ പാകിസ്ഥാന് വേണ്ടി തെരുവിലിറക്കിയ ഈ സീതയും പോക്കറും കുഞ്ഞഹമ്മദും കുഞ്ഞിപ്പോക്കറും കോയയും ഒക്കെ കൂടി ചേർന്നതിനല്ലേ ഈ പറഞ്ഞ മുസ്ലിം ലീഗ് ഉണ്ടാക്കിയത്? നമ്മുടെ ചോദ്യം ഇതാണ്, അന്ന് ഇന്ത്യയോടില്ലാതിരുന്ന പ്രതിബദ്ധത ഒരു ദിവസം ഇരുട്ടി നേരം വെളുത്തപ്പോൾ ഇവർക്കുണ്ടായോ? അല്ല. അന്ന് ട്രെയിൻ കിട്ടാതിരുന്നതുകൊണ്ട് മാത്രം ഇന്ത്യയിൽ തുടർന്നതാണ് ഇവർ. അന്ന് ട്രെയിൻ കിട്ടിയിരുന്നെങ്കിൽ ഇവരൊക്കെ പാകിസ്ഥാനിലേക്ക് പോകുമായിരുന്നു. അന്ന് പാകിസ്ഥാന് വേണ്ടി ജനങ്ങളെ ഇളക്കി വിട്ട അതേ മുസ്ലിം ലീഗ് തന്നെയാണ് ഇന്ന് നാം കാണുന്ന മുസ്ലിം ലീഗും. തലമുറ മാറിയിട്ടുണ്ടാകാം, പക്ഷെ അവരുടെ ഐഡിയോളജി മാറിയിട്ടുണ്ടോ ഇല്ലയോ എന്നത് ഒരു ചോദ്യമാണ്. അതുകൊണ്ട് തന്നെ കോൺഗ്രസ്സുകാരായാലും മുസ്ലിം ലീഗിന്റെ പാദസേവ ചെയ്ത് വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരായി കഴിഞ്ഞാലും
അവർ പറയുന്ന പല കള്ളങ്ങളും മുസ്ലിം ലീഗിനെ വെള്ളപൂശാൻ ആ മുസ്ലിം ലീഗ് അല്ല ഈ ലീഗ് എന്നൊക്കെ ഇവർ പറയുമായിരിക്കാം. പക്ഷെ അപ്പോഴും സത്യം അത് തന്നെയാണ്. പട്ടേൽ പറഞ്ഞത് തന്നെയാണ്, നിങ്ങൾക്ക് ഇന്ത്യയെ വിഭജിക്കണമെങ്കിൽ നിങ്ങൾ പോകേണ്ടത് പാകിസ്ഥാനിലേക്കാണ്. ഇനി ഇവിടെ ഇത് നടക്കില്ല എന്ന്. മുസ്ലിം ലീഗിന്റെ ചരിത്രം ഇതാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.